പ്രോഡക്റ്റ് വീഡിയോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് MC ചെയ്യുമോ, അങ്ങനെ എന്ത് എൻ്റെ അടുത്ത് പറഞ്ഞാലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ വളരെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അപ്പം മസിൽ പിടിക്കാൻ തുടങ്ങും. ഇത് അങ്ങനെയുള്ളൊരു പരിപാടിക്കാണ് എന്നെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. പക്ഷേ ഇതെനിക്ക് പറയണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെയാട്ടോ, ഒന്നുമല്ല. എല്ലാവരും ഒരു ന്യൂ ഇയർ വിഷ് ചെയ്യണ്ടേ? ഈ ഇയർ കഴിഞ്ഞു 2024, ഇപ്പോൾ 2025 നമ്മൾ വരുവാണ്. ഐ വുഡ് ലൈക്ക് ടു വിഷ് ഓൾ മൈ കസ്റ്റമേഴ്സ് എ വെരി ഹാപ്പി ന്യൂ ഇയർ. തിരിഞ്ഞു നോക്കുമ്പോൾ 2024 എന്നുള്ള വർഷം ഒത്തിരി ദൈവാനുഗ്രഹത്തിൻ്റെ വർഷമായിരുന്നു തെരേസയെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തത് നമ്മുടെ വെബ്സൈറ്റാണ്. അതിന് വരുന്നത് ഇമ്മൻസ് റെസ്പോൺസ് ആട്ടോ. അതായത് കേരളത്തിൽ നമുക്കിപ്പോൾ ഇവിടെ ഈ ഏരിയാസിലുള്ളവരും ആണ് തുടക്കത്തിൽ വന്നുകൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഒത്തിരി അകലെ നിന്നും കസ്റ്റമേഴ്സ് ഇപ്പോൾ നമ്മളെ തേടി വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലുള്ള പോസ്റ്റും കാര്യങ്ങളും, പ്ലസ് നമ്മളുടെ വെബ്സൈറ്റിലൂടെ ആണെങ്കിൽ അതിലൂടെ ഇപ്പോൾ വേൾഡ് വൈഡ് ആയത് കാരണം എല്ലാവരും അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലാം തെരേസയുടെ സംഭവങ്ങൾ വാങ്ങിക്കിട്ട് ചില സമയത്ത് അവരുടെ റിലേറ്റീവ്സ് വരുമ്പോഴായിരിക്കും പറയുന്നത് എൻ്റെ കസിൻ വാങ്ങിച്ചു കിട്ടോ എന്നൊക്കെ. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, അതൊരു ഭയങ്കര ഒരു സ്ട്രെങ്ത് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാറുള്ളത്, എനിക്ക് പ്രത്യേകിച്ച്. അതുപോലെ തന്നെയാണ് ഷോപ്പിലെ കസ്റ്റമേഴ്സ് വന്നിട്ട് പറയുമ്പോൾ മാം വീഡിയോസ് നന്നായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ, സത്യമായിട്ടെ. അപ്പോൾ അതിന് വലിയൊരു താങ്ക്സ് ആണ് പറയേണ്ടത്. അപ്പം വെബ്സൈറ്റിനെ ഇതുപോലെ എൻകറേജ് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് വലിയൊരു താങ്ക്സ് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബ്രൈഡൽ സ്റ്റുഡിയോ, എല്ലാവരും ആ വീഡിയോ ബ്ലെസ്സിങ്ങിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, ചേച്ചി പുതിയത് തുടങ്ങിയിട്ട് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. അറിയിക്കാത്തതല്ല, നിങ്ങൾ അറിയാതെ തെരേസയിൽ ഒന്നും സംഭവിക്കില്ല. ഇത് ഒരു ബ്ലെസ്സിങ് മാത്രമാണ് ഇപ്പോൾ നടന്നത്. നമ്മുടെ ബ്രൈഡൽ സ്റ്റുഡിയോ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവായിട്ട് ബ്രൈഡ്സിന് വേണ്ടി മാത്രമാണ്. അതായത് വെഡ്ഡിങ് ഡേക്ക് അവർക്ക് എല്ലാം വളരെ എന്താ പറയുക, പ്രഷ്യസ് ഡേ ഒരു മെമ്മറബിൾ ഇവൻ്റായി മാറ്റണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് അത് റെഡി ആയിരിക്കുന്നത്. ബ്ലെസ്സിങ് മാത്രം November 14th ചെയ്തു എന്നുള്ളൂ. കാരണം അത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്, ഷോപ്പ് തുടങ്ങി ഇനോഗ്രേഷനാണ്. അപ്പോൾ അന്ന് തന്നെ ജസ്റ്റ് അതിൻ്റെ ബ്ലെസ്സിങ് നടത്തിയെന്നുള്ളൂ. ഇനോഗ്രേഷൻ പുറകെ വരും. അതിനായിട്ട് ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുന്നു. സ്കിൽ ലേബേഴ്സ് കൂടുതലായിട്ട് തെരേസയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. വെഡ്ഡിങ് ഗൗൺസ് കുറച്ചും കൂടെ പ്രൊഫഷണലൈസ്ഡ് ആയിട്ട് കുറച്ചുകൂടെ ഹയർ ഗ്രേഡ്സിലേക്കുള്ള പാറ്റേണിങ്ങും സംഭവങ്ങളെല്ലാം ചെയ്യാനുള്ള ഡിസൈനേഴ്സ് വന്ന് ചേർന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാവുന്ന R&D ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ബ്രൈഡൽ സ്റ്റുഡിയോയുടെ കാര്യം പറയും. പിന്നെ വരുന്നത് R&D ഡിപ്പാർട്ട്മെൻ്റ് ആട്ടോ. നമ്മൾ കഴിഞ്ഞ കൊല്ലം സ്റ്റാർട്ട് ചെയ്ത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അത് വന്നതോടുകൂടി നമ്മളിപ്പോൾ ഓൺലൈനിൽ പർച്ചേസസിന് നമ്മൾ പോകുമ്പോൾ ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഏത് ടൈപ്പ് ഓഫ് സ്റ്റോക്ക് വേണം, പുതിയത് ഇൻട്രെൻഡ് മാർക്കറ്റിലേക്ക് എന്താണ് വന്നിരിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നത് കാരണം എളുപ്പമുണ്ട്. ഈ ഫീഡ്ബാക്ക് കൂടുതലും നമ്മുടെ കസ്റ്റമേഴ്സിൽ നിന്നും തന്നെ കിട്ടാറുണ്ട് കേട്ടോ. പേഴ്സണലി എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്, ചിലർ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പം ബിഗ് താങ്ക്സ് ടു ഓൾ ഓഫ് യു. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇനി എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അതായത് 2025 സംഭവിക്കാൻ പോകുന്ന യെസ് ഓഫ് കോഴ്സ് നമ്മുടെ ബ്രൈഡൽ സ്റ്റുഡിയോയുടെ ഒരു അടിപൊളി ഇനോഗ്രേഷൻ കാണും. അത് നിങ്ങളെല്ലാവരും അറിയുകയും ചെയ്യും. അടുത്തത് നമ്മൾ ചെയ്യുന്നത് റെഡിമെയ്ഡ്സ്, അത് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ആയി കഴിഞ്ഞിട്ടായിരിക്കും അത് ലോഞ്ച് ചെയ്യുന്നത്. റെഡിമെയ്ഡ്സ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ടൈമിൻ്റെ കൺസ്ട്രെയിൻസ് കാരണം അത് ചെയ്യാൻ സാധിക്കാറില്ല. പക്ഷേ അടുത്ത കൊല്ലം ഐ പ്രോമിസ് യു നിങ്ങൾക്ക് അതിനുള്ളൊരു സൊല്യൂഷനും നമ്മൾ ഉണ്ടാക്കി തരും. തെരേസയുടെ ഓൺ ലേബിൾഡ് പ്രോഡക്ട്സ് ആയിരിക്കും നിങ്ങൾക്കായിട്ട് ലഭിക്കുക. അപ്പോൾ ഈ ഇയറും ഇനി വരാനിരിക്കുന്ന ഈ ഇയർ കഴിഞ്ഞു പോയതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഒരു വലിയ താങ്ക്സ്. ആൻഡ് 25 എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് ദൈവാനുഗ്രഹത്താൽ എല്ലാം നന്നായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു വിഷ് ഓൾ മൈ കസ്റ്റമേഴ്സ് എ വെരി ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.